പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ തന്നെ തിരുനാമം ഈ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കളും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ പകലൊക്കെയും നമ്മെ വിട്ട് കടന്നുപോയി. കഴിഞ്ഞ പകലില്ല. കർത്താവ് ശ്രേഷ്ഠകരമായ ക്ഷേമത്തോടെ നമ്മെ കാത്തു പരിപാലിച്ചു. ഈ രാത്രികാലം നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പാട്ടുകൂടി പാടി പ്രാർത്ഥനയോടെ വളരെ സമാധാനത്തോടെ നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എന്നോട് സംസാരിക്കണം, ഇടപെടുമാറാകണമേ. പ്രൈസ് ദി ലോർഡ്. വചനം ഇങ്ങനെ പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും വിഷയങ്ങളാൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, കണ്ണുനീരൊഴുക്കുന്നുണ്ടെങ്കിൽ, ദൈവജനമേ, നമുക്കൊരു ആർപ്പുണ്ട് എന്ന് വചനം വളരെ വ്യക്തമായി പറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ നിരാശകളും നിങ്ങളുടെ വേദനകളും ഒക്കെ മറന്ന് രാത്രികാലം ഈ ഒരു അല്പസമയം നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് ചേർന്നായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. രാത്രികാലം കർത്താവിനോട് നാം ഒന്ന് ചേർന്നായിരിക്കുമ്പോൾ നമ്മുടെ വേദനകൾക്ക് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. കാരണം നാം ചേരുന്ന ആരോടാ? കർത്താവിനോടാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം കർത്താവിനോട് ചേരാൻ മനസ്സുള്ളവർ, കർത്താവിനോട് ചേരാൻ ആഗ്രഹമുള്ളവർ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി സ്തുതിച്ച് വചനമൊക്കെ ശ്രവിച്ച് സന്തോഷത്തോടു കൂടിയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലമെങ്കിലും സമാധാനത്തോടെ കിടന്നുറങ്ങണ്ടേ? നമുക്കൊരു സമാധാനം വേണ്ടേ? സന്തോഷം വേണ്ടേ? സ്വസ്ഥത അനുഭവിക്കണ്ടേ? കുറേ നാളുകളായി നിന്റെ സ്വസ്ഥതയെ കെടുത്തിക്കളഞ്ഞ, കുറേ നാളുകളായി നമ്മെ കണ്ണുനീരണിയിച്ച, കുറേ നാളുകളായി നമ്മെ വിഷമത്തിൽ ആക്കിക്കളഞ്ഞ പല വിഷയങ്ങളുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്, നാം കർത്താവിനോട് ചേർന്നിരുന്നാൽ നമ്മുടെ കണ്ണുനീരൊക്കെ മാറ്റി ഒരാർപ്പിൻ്റെ ഒരു വലിയ കൊയ്ത്ത് സ്വർഗം ഇന്ന് രാത്രി നമുക്ക് നൽകിത്തരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് തന്നെ ഇന്ന് രാത്രി ആരംഭിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ ഒരു നിമിഷം. സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഈ നല്ല രാത്രി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആയിരിക്കുമ്പോൾ പുനിതപുരാൻ കർത്താവെ, പതിവ് പോലെ അതിനപ്പുറമായി ഇരട്ടിയായ ഒരു വലിയ മറുപടിയെ, ഒരു സമാധാനത്തെ ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അടിയങ്ങളിവിടെ പാടുമ്പോൾ, കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ, തന്റെ ജനത്തിന് ആവശ്യമായ കർത്താവ് വചനമാകുന്ന കർത്താവ് മന്നയെ കർത്താവ് ഞങ്ങൾ വിളമ്പുമ്പോൾ ഇന്ന് രാത്രി തൻ്റെ ജനത്തിനൊരു സമാധാനം ഉണ്ടാകണം, തൻ്റെ ജനത്തിനൊരു സ്വസ്ഥതയുണ്ടാകണം. സ്വർഗം അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരൊന്ന് സന്ദർശിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ അങ്ങയെ പാടി സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ജനത്തിൻ്റെ ഹൃദയത്തിനകത്തൊരു സമാധാനം ഉണ്ടാകുവാൻ, വചനം കേൾക്കുമ്പോൾ വചനം ശ്രവിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയുണ്ടാകുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവെ, സ്വർഗവും പരിശുദ്ധാത്മാവും ഞങ്ങളുടെ കർത്താവെ ഈ ലൈവിനെ നിയന്ത്രിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയെ കർത്താവെ, ഇലക്ട്രിസിറ്റിയൊക്കെ സ്വർഗം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ കർത്താവെ പിന്നെയും പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യണം, പ്രാർത്ഥന കേൾക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന കർത്താവിനെ പാടി സ്തുതിക്കാം. കർത്താവിൽ നമുക്ക് ചില പാട്ടുകളെ കേട്ട് സന്തോഷിക്കാം. അതിനുവേണ്ടി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യട്ടെ. ആമേൻ. താങ്ക് യു. Praise the Lord. Hallelujah. Thank you, Lord Jesus.
We give you honor, we give you praise, Jesus. Oh, you are the King of kings and Lord of lords. Jesus, Yeshua. Thank you, Lord, thank you, Lord, thank you, Lord. Hallelujah. എല്ലാ മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അങ്ങേക്ക്. ഓ, അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം, അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനീതിയേ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനീതിയേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. നിൻഹിതം പോലെ നടത്തണേ. ഓ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. ഓ, നിൻഹിതം പോലെ നടത്തണേ. പോകേണ്ട വഴി എന്നെ കാണിക്കണേ. അത് കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോരേ. ഇത് കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോരേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോരേ. നമ്മുടെ കൂരിരുളിന്റെ മധ്യത്തിലും അമ്മേ, നമ്മുടെ ഏതവസ്ഥയിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന നല്ല ദൈവം, നല്ല യേശു നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവൻ നമ്മെ വിട്ടിട്ട് ഓടിക്കളയുന്നൊരു ദൈവമല്ല. ആമേൻ. താങ്ക് യു ലോർഡ്. ഓ, കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോരേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോരേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ,
അങ്ങേ നാമിച്ചിടുന്നേ. അവനെൻ്റെ ശൈലവും എൻ കോട്ടയും, അവനെൻ്റെ രക്ഷയും എന്നാശ്രയം. അവനെൻ്റെ ശൈലവും എൻ കോട്ടയും, അവനെൻ്റെ രക്ഷയും എന്നാശ്രയം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെൻ്റെ ഉപനിധിയേ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെൻ്റെ ഉപനിധിയേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. ഓ നിൻഹിതം പോലൻ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെയിരിക്കുന്നോനേ. അത് കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെയിരിക്കുന്നോനേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. Oh Jesus, we worship your holy name, Father. We give you honor, we give you praise. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. ഓ അങ്ങേക്കാ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാ അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ. അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ. അങ്ങേക്കാ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ.
അങ്ങേക്കാൾ. Oh Jesus, we love you, Lord. We give you honor. We give you praise. You're the King of kings and Lord of lords. അങ്ങേക്ക് തുല്യനായി അങ്ങ് മാത്രമായതിനാൽ നീ മാത്രം സ്തുതികളിൽ മേൽ വസിക്കുന്നവൻ. ക്ഷീണിതൻ ആകുമ്പോ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനേ അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ. Oh Jesus, we love you, Lord. We give you honor. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു പിതാവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ. Thank you, Jesus. Praise the Lord. Hallelujah. കർത്താവിൻ്റെ തന്നെ തിരുനാമം പിന്നെയും ഈ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ഗാനങ്ങളെ കേട്ട് കർത്താവിൽ സന്തോഷിപ്പാൻ കർത്താവ് ഇനി നല്ല സമയം നമുക്ക് വേണ്ടി ഒരുക്കി തന്നുവല്ലോ. ലൈവിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പിന്നെയും സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് ഇന്ന് രാത്രികാലം നമ്മെ സന്ദർശിക്കുന്ന, നമ്മെ തൊടുന്ന രാത്രി എന്ന് എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രികാലം നമ്മുടെ വിശ്വാസമാണ് പലതിനും ആധാരമായിരിക്കുന്നത്. നമ്മുടെ വിശ്വാസമാണ് പലതിനും അടിസ്ഥാനമായിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യില്ല? ഓടിപ്പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ കല്ലിനെ വിശ്വസിക്കുന്ന ഒരുവനും ഓടിപ്പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഉറപ്പുള്ള, വിശ്വാസയോഗ്യമായ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നല്ല ഒരു മൂലക്കല്ല് കർത്താവ് നമുക്ക് വേണ്ടി അടിസ്ഥാനമിട്ടിട്ടുണ്ട്. ഈ തിരിച്ചറിവും ബോധ്യമില്ലാത്ത പലരും ഇതിനെ വിട്ട് ഓടിപ്പോകുമ്പോൾ വിശ്വസിക്കുന്നവർ ഒരിക്കലും ഓടിപ്പോകുകയില്ല എന്ന് വചനം വളരെ വ്യക്തമായി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബുദ്ധിമാനായ മനുഷ്യനെ പറ്റി കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിമാനായ മനുഷ്യൻ എന്ത് ചെയ്യും? അവൻ പാറമേൽ അടിസ്ഥാനമിട്ട, കർത്താവ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വീട് വെക്കും. പാറമേൽ അടിസ്ഥാനമിട്ട ഒരു വീട് വെക്കാം. ബുദ്ധിഹീനനായ മനുഷ്യൻ എന്ത് ചെയ്യും? മണലിന്മേൽ എന്ത് ചെയ്യും? വീട് പണിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളോടായി ഞാൻ വിളിച്ചു പറയുകയാണ്, ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമുള്ള, ഉറപ്പുള്ള, പ്രൈസ് ദി ലോർഡ്, നിലനിൽപ്പുള്ള ആ പാറമേൽ അടിസ്ഥാനമിട്ട ഒരുവനും
യാതൊന്നിനാലും കുലുങ്ങിപ്പോവുകയില്ല എന്ന വചനം പിന്നെയും വ്യക്തമായി വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഈ കല്ലിന് മേൽ വിശ്വസിക്കുന്ന ഒരുവനും എന്ത് ചെയ്യില്ല? ഓടിപ്പോവുകയില്ല. ഓടിപ്പോവുകയില്ല. നെഹമ്യാവിനോട് ഒരിക്കൽ തന്റെ സഹോദരൻ, ആ ഭാഗം ഒന്നെടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. നെഹമ്യാവിനോട് നെഹമ്യാവ് ശെമയ്യാവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. നീ വേഗം എന്ത് ചെയ്യണം? ആലയത്തിലേക്ക് കടന്നു ചെല്ല്. ആലയത്തിന്റെ വാതിലടച്ച് അതിനകത്ത് എന്ത് ചെയ്യണം? ഒളിച്ചിരിക്കണം. കാരണം നിന്നെ കൊല്ലാൻ ആള് വരുന്നുണ്ട്. നീ മരിച്ചു പോവും. നിന്നെ കൊന്നു കളയേണ്ടതിന് ആള് വരുന്നുണ്ട്. 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നെഹമ്യാവ് പറയുന്നൊരു ഭാഗമുണ്ട്. എന്നെ പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? എന്നെ പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. ദൈവം അവനെ അയച്ചിട്ടില്ല എന്ന് ആര് പറഞ്ഞു? നെഹമ്യാവ് പറഞ്ഞു. എന്നെ പോലെയുള്ള ഒരുത്തൻ ഓടിപ്പോകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം തിരഞ്ഞെടുത്ത, ദൈവത്തിന്റെ വിളിയുള്ള മനുഷ്യനറിയാം താൻ ആരാണെന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞിട്ടല്ലാതെ, ദൈവത്തിന്റെ അനുവാദമില്ലാതെ എൻ്റെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുകയില്ല എന്ന് നെഹമ്യാവിന് നന്നായിട്ട് അറിയാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ദൈവമക്കളെ, ഞാൻ നിങ്ങളോടായി പറയുകയാണ്, എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളോടായി ഞാൻ പറയുകയാണ്, ദൈവം അനുവദിക്കാതെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതെന്താ ദൈവദാസനെ ഇങ്ങനെ പറയുന്നേ? ഈ കഷ്ടതയും ബുദ്ധിമുട്ടും കണ്ണുനീരും പരിവട്ടവും ഒക്കെ വന്നത് ദൈവം അനുവദിച്ചിട്ടാണോ? യെസ്, ദൈവം അനുവദിച്ചിട്ടാ. ദൈവത്തിന്റെ അനുവാദമില്ലാതെ യാതൊന്നും നമ്മെ തൊടാൻ കർത്താവ് അനുവദിക്കുകയില്ല, സമ്മതിക്കത്തില്ല. യോബിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ? ഒരു കഥ പോലെ നാം അതൊക്കെ കേട്ട് മറന്നുപോയ കാര്യങ്ങളാ. ഒരു കഥ പോലെ നാം കേട്ട് അതിനെ വെറുതെ ഇങ്ങനെ വിട്ട കാര്യങ്ങളാ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കോണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചുറ്റും കിട്ടിയ ചില വേലികളെ ദൈവം അറിഞ്ഞുകൊണ്ട് പൊളിച്ചു മാറ്റിയതാ. എന്തിനാണെന്നറിയാമോ? എൻ്റെ തലമുറയെ ഞാൻ പരീക്ഷിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ തികഞ്ഞ നല്ല പൊന്നായി പുറത്തു വരുമെന്നുള്ളൊരു വിശ്വാസം മുഖാന്തരമാ കർത്താവ് എന്തു ചെയ്തത്? നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നേ. പക്ഷെ നമ്മിൽ പലരും എന്തു ചെയ്യും? ഈ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിൽ എത്തിച്ചേരാതെ ഓടിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നു രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ആരെങ്കിലും ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ, ഓടിപ്പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പിന്നെയും പൂർണ്ണമായും വിളിച്ചു പറയുന്നു, ദൈവമക്കളെ, നിങ്ങൾ മടങ്ങി വന്നേ മതിയാകുകയുള്ളൂ. ഓടിപ്പോകാനല്ല. ഈ പരീക്ഷകളും പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓടിപ്പോകുന്നവരായി തീരാനല്ല, തോറ്റുപോകുന്നവരായി തീരാനല്ല, പകരം എന്തു ചെയ്യാനാ? ഉറപ്പോടെ വിശ്വാസത്തോടെ എൻ്റെ അപ്പൻ അറിഞ്ഞിട്ടല്ലാതെ എൻ്റെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം, ഒരു ദൃഢനിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാ സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യുന്നത്. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇറങ്ങിച്ചൊല്ലുന്നവർക്ക് വേണ്ടി, അങ്ങനെ കർത്താവിന് വേണ്ടി നേരോടെ നിൽക്കുന്നവർക്ക് വേണ്ടിയാ സ്വർഗം ഇറങ്ങി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. തോറ്റുപോയില്ല നെഹമ്യാവ്. നെഹമ്യാവ് തോറ്റുപോയില്ല. അവിടെ കാണുന്നൊരു ഭാഗമുണ്ട്. കാശ് കൊടുത്തിട്ട് എന്ത് ചെയ്തു? സൻബല്ലത്തും തോബിയാവും കാശ് കൊടുത്ത് ഒരു പ്രവചനം പ്രവചിച്ചു. പ്രവാചകനെ അവിടെ ആക്കി വെച്ചു. പലതും അങ്ങനെ സംഭവിക്കുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, പലരും നമുക്ക് നേരെ ഈ ശത്രുക്കൾ ചീറിയെടുക്കുമ്പോൾ, അവരുടെ വാക്കുകൾ, അവരുടെ പ്രവൃത്തികൾ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രികാലം പലതും നമുക്ക് നേരെ പാഞ്ഞു വരുമ്പോൾ നാം ചെയ്യേണ്ടുന്നൊരു കാര്യമുണ്ട്. കർത്താവിൽ ആശ്രയിച്ച് പിടിച്ചു നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ, തൻ്റെ ഇടത്തോടെ എതിർത്ത് നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ, രാത്രികാലം ഞാൻ പറയുക, ദൈവമക്കളെ, നിങ്ങൾ ജയിപ്പാനിടയായിത്തീരും. എൻ്റെ വശത്ത് 1000 പേരും എൻ്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് എന്നോട് അടുത്തു വരികയില്ല. പ്രൈസ് ദി ലോർഡ്.
പ്രൈസലോ പ്രൈസലോ. മറ്റൊരു ഭേദഭാവം പറയുന്നുണ്ട്, ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ല് കടിച്ചുരുകിപ്പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. പ്രൈസലോ പ്രൈസലോ. ഈ ഉറപ്പുള്ള പാറയിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, ഈ ഉറപ്പുള്ള പാറയിലാണ് നമ്മുടെ ആശ്രയമെങ്കിൽ, ക്രിസ്തുവാകുന്ന പാറമേലാണ് നമ്മുടെ അടിസ്ഥാനമെങ്കിൽ, എന്ന് രാത്രിക്കാലം ദൈവമക്കളെ ഞാൻ നിങ്ങളോടായി പറയുകയാ, ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. പ്രൈസ് ലോർഡ്. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിൽ ആശ്രയിച്ച് ആ ഉറപ്പുള്ള പാറമേൽ നാം ഒന്ന് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ, അതിന്മേലൊന്ന് പ്രൈസ് ലോർഡ് അടിസ്ഥാനമുള്ള ആ പാറമേൽ നമ്മുടെ നിലയൊന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ദൈവമക്കളെ വിശ്വസിച്ചോണം, നാം മനസ്സിലാക്കിക്കോണം, ഒരിക്കലും വീണു പോകുവാൻ സ്വർഗം നമ്മെ സമ്മതിക്കുകയില്ല. കഴിഞ്ഞ നാളുകളിൽ വഴുവഴുപ്പിലായിരുന്നോ നാം നിന്നത്? കഴിഞ്ഞ നാളുകളിൽ നാം തെന്നി വീഴത്തക്ക നിലവാരത്തിലാണോ നാം ആയിരുന്നത്? എന്നാൽ ഇന്ന് രാത്രികാലം പിന്നെയും വചനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാ, ക്രിസ്തുവാകുന്ന ഉറപ്പുള്ള പാറമേൽ നീ ഒന്ന് കയറി നിൽക്കാൻ തയ്യാറാണെങ്കിൽ, പിന്മാറ്റത്തിലേക്ക് ഓടിപ്പോകുവാനല്ല, ആ വിശ്വാസത്തിലേക്കൊന്ന് അടുത്തു ചെല്ലുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാ. പ്രൈസ് ലോർഡ്. വിശ്വസിക്കുന്നുണ്ടോ? ആ കർത്താവിനെ വിശ്വസിക്കുന്നുണ്ടോ? പലപ്പോഴും പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ, അയ്യോ എൻ്റെ കർത്താവ് എന്നെ കൈവിട്ടുവല്ലോ എന്നൊരു ചോദ്യം നമ്മുടെ മുൻപിലുണ്ടാകും. ഞാൻ ഇത്രത്തോളം കർത്താവിന് വേണ്ടി ചെയ്തിട്ട്, ഞാൻ ഇത്രത്തോളം ദൈവത്തിനു വേണ്ടി ഇറങ്ങി നിന്നിട്ട് എന്തേ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു ചോദ്യമുണ്ടാകും. പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, ഇയ്യോബിന് സംഭവിച്ച വിഷയം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൈസ് ലോർഡ്. യാഗങ്ങളാ, തലമുറയ്ക്ക് വേണ്ടി, കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി യാഗമാ, പ്രാർത്ഥനയാ, ആരാധനയാ. പ്രൈസ് ലോർഡ്. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന സകല മാനവും മഹത്വവും ദൈവത്തിന് കൊടുത്തു. എങ്കിലും താൻ പോലും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ പിശാച് വേട്ടയാടിയപ്പോൾ, സ്വന്തം ഭാര്യ പോലും പറഞ്ഞു, സ്വന്തം കൂട്ടു സഹോദരങ്ങൾ, സ്വന്തം കൂടപ്പിറപ്പുകൾ എന്താ പറഞ്ഞതെന്നറിയാമോ? വിട്ടുകളാ. പ്രൈസ് ലോർഡ്. വിട്ടുകളയാൻ പറഞ്ഞു. വിട്ടുകളയാൻ സംഭവിച്ചോ? ചെയ്തോ? ഇല്ല. ആരൊക്കെ തള്ളിപ്പറയാൻ പറഞ്ഞിട്ടും സ്വന്തം ഭാര്യ പറഞ്ഞത്, നീ പോയി ആത്മഹത്യ ചെയ്യാനാ പറഞ്ഞത്. പ്രൈസ് ലോർഡ്. പോയി എന്ത് ചെയ്യണം? ആത്മഹത്യ ചെയ്യണം. പോയി ചാകരുതോ? നിന്റെ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് നീ പോയി ചാകരുതോ? പ്രൈസ് ലോർഡ്. അത്രയധികം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും തൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോഴും താൻ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന്, തന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണെന്ന്, അവൻ എന്നെ പിന്നെയും വഴി നടത്തുമെന്ന്, നഷ്ടമായതിനെയൊക്കെയും ലാഭമാക്കി മടക്കി തരുമെന്നുള്ളൊരു വിശ്വാസം ഇയ്യോബിനുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആ വിശ്വാസം, ആ ദൈവമക്കളെ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. എന്തൊക്കെ എന്നിൽ നിന്ന് നഷ്ടമായി പോയാലും, ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും, ഞാൻ എൻ്റെ ദൈവത്തെ തള്ളിപ്പറയുകയില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം, ഒരു ദൃഢനിശ്ചയം. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞതുപോലെ നാം ഹൃദയം കൊണ്ട് ചില തീരുമാനങ്ങൾ എടുത്തേ മതിയാകൂ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആളുകൾ കേൾക്കാൻ വേണ്ടിയല്ല, സഭ അറിയാൻ വേണ്ടിയല്ല, പാസ്റ്റേഴ്സ് അറിയാൻ വേണ്ടിയല്ല, ദൈവമക്കൾ അറിയാൻ വേണ്ടിയല്ല. പ്രൈസ് ലോർഡ്. അവരുടെ മധ്യയല്ല നാം തീരുമാനമെടുക്കേണ്ടത്. ഇന്ന് രാത്രികാലം ഹൃദയം കൊണ്ട് നാം തീരുമാനമെടുക്കാൻ തയ്യാറാണ് എങ്കിൽ, ഹൃദയം കൊണ്ട് നാം കർത്താവിങ്കിലേക്കൊന്ന് അടുക്കുവാൻ തയ്യാറാണ് എങ്കിൽ, ആ ഉറപ്പുള്ള പാറമേലൊന്ന് ആശ്രയിക്കുവാൻ നാം മനസ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ദൈവമക്കളെ ഞാൻ പറയുകയാണ്, ഇന്ന് രാത്രി എന്നെയും നിങ്ങളെയും അലട്ടുന്ന പല വിഷയത്തിനും മറുപടിയുണ്ട്. പ്രൈസ് ലോർഡ്. പല വിഷയത്തിനും മറുപടിയുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പല വിഷയത്തിനും മറുപടി ലഭിക്കാതെ പോയതെന്നറിയാമോ? ഈ ഉറപ്പുള്ള പാറ വിട്ട് നാം എവിടേക്കോ ഓടി മറഞ്ഞു. പ്രൈസ് ലോർഡ്. ഈ ഉറപ്പുള്ള പാറ വിട്ട് നാം എവിടേക്കോ മാറിപ്പോയി. ഇന്ന് രാത്രികാലം ആ പാറയെങ്കിലേക്കൊന്ന് അടുക്കാൻ തയ്യാറാണോ? ആ കർത്താവെങ്കിലേക്കൊന്ന് മടങ്ങി വരാൻ നിങ്ങൾ തയ്യാറാണോ? പ്രൈസ് ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവുണ്ടായേ മതിയാകൂ. നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം ഒരു മടങ്ങി വരവുണ്ടായേ മതിയാകുകയുള്ളൂ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഏറി വരുമ്പോൾ കർത്താവിനെ വിട്ടോടാനല്ല, ആ കർത്താവിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. മടങ്ങി വരാൻ തയ്യാറാണോ? ദൈവമക്കളെ? രാത്രികാലം ഞാനും നിങ്ങളും ഒരുപോലെ
ഈ കർത്താവിൻ്റെ വചനം ശ്രവിച്ചതാ. ഉറപ്പുള്ള പാറ, നമുക്ക് വേണ്ടി അടിസ്ഥാനമിട്ടൊരു പാറ. ഈ പാറയെ വിട്ട് ഓടിപ്പോകുന്നവരായിട്ടല്ല, ഈ പാറയെ ചേർത്തു പിടിക്കുന്നവരായി, ഈ പാറമേൽ വിശ്വസ്തരായി നിലകൊള്ളുവാൻ സ്വർഗം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. യെസ്, മടങ്ങി വന്നാട്ടെ. നിങ്ങൾ മടങ്ങി വന്നാട്ടെ. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ, നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എങ്കിൽ, എവിടെയൊക്കെയോ മടങ്ങി വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ, എവിടെയൊക്കെയോ നിങ്ങൾ ദൈവസന്നിധി വിട്ട് മാറിപ്പോയിട്ടുണ്ടാകാം, മടങ്ങി വരാൻ താല്പര്യമുണ്ട് എങ്കിൽ ഒന്ന് മടങ്ങി വന്നാട്ടെ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും നിങ്ങളായിരിക്കുന്നിടങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ അടച്ചാട്ടെ. യെസ്, പ്രാർത്ഥിക്കുക. സ്വർഗമേ, തന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലപ്പോഴായി ഉറപ്പുള്ള പാറ വിട്ട്, അങ്ങയുടെ സങ്കേതം വിട്ട്, അച്ചുറകിന്റെ മറവിൽ നിന്ന് ഞങ്ങൾ ഓടി അകലുന്ന സമയങ്ങൾ കർത്താവേ ഉണ്ടായിരുന്നു. അകന്നുപോയ എത്രയോ സമയങ്ങൾ ഉണ്ടായിരുന്നു കർത്താവേ. ഈ രാത്രികാലം വചനം ഞങ്ങളോട് സംസാരിച്ചതുപോലെ ഈ പാറ വിട്ട് ഓടിപ്പോകുവാനല്ല, ഈ സങ്കേതത്തിൽ പിന്നെയും ഒന്ന് അടുത്തു വരുവാൻ, അങ്ങയോടൊന്ന് ചേരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ്, ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും ഞങ്ങളുടെ കുറവുകൾ കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ കർത്താവെ ബലഹീനതകൾ പിശാച് മുതലെടുത്തു. അങ്ങയുടെ സന്നദ്ധി വിട്ട് ഓടിപ്പോകാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചു കർത്താവെ. എന്നാൽ ഇന്നു രാത്രികാലം സത്യം മനസ്സിലാക്കി, അങ്ങയുടെ വചന കർത്താവെ ഞങ്ങൾ മനസ്സിലാക്കി, വചനത്തിൽ ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ചതുപോലെ ഞങ്ങൾ മടങ്ങി വരികയാണ് കർത്താവെ. അങ്ങയുടെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കി ഞങ്ങൾ മടങ്ങി വരികയാണ് കർത്താവെ. സമ്പൂർണമായി സമർപ്പിക്കുന്നു. എല്ലാ ദൈവമക്കളെ സ്വർഗം ഇന്ന് രാത്രികാലം സന്ദർശിക്കുമാറാകണം. അവർ ഭാരപ്പെടുന്ന എല്ലാ വിഷയങ്ങൾക്കും ഒരു നീക്കുപോക്ക് സ്വർഗം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അല്പസമയത്തേക്കുള്ള നീക്കുപോക്കല്ല കർത്താവെ, നിരന്തരമായ ഒരു നീക്കുപോക്ക് സ്വർഗം കൊടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്റെ ജനത്തെ അനുഗ്രഹിച്ച് മുദ്രവെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രികാലം സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം കർത്താവ് തന്റെ എല്ലാ മക്കളോടുകൂടെ ആയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെയും അനുഗ്രഹിക്കുന്ന കർത്താവെ, സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യുമാറാകണം. കർത്താവെ, എല്ലാവരും ഭാരപ്പെടുന്ന കർത്താവെ സകല വേദനകളിൽ നിന്നും അവരുടെ വിഷമതകളിൽ നിന്നും സ്വർഗം പൂർണ്ണമായ ഒരു വലിയ വിടുതൽ സ്വർഗം തന്നെ ജനത്തിന് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണം. ദൈവകൃപകളിൽ തന്നെ ജനത്തെ മറയ്ക്കുമാറാകണം. കർത്താവെ, സ്വർഗം സംരക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. തന്റെ ജന സമാധാനത്തോട് കിടന്നുറങ്ങട്ടെ. സ്വർഗമേ, നിർഭയമായി വസിക്കുവാൻ, നിർഭയമായി കിടന്നുറങ്ങുവാൻ സ്വർഗമിടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങളെ ചെയ്താട്ട് പ്രാർത്ഥന കേൾക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് എങ്കിൽ ഞങ്ങളുടെ നമ്പറുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെയോ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. അതിലൂടെയൊക്കെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ ശക്തമായി 24/7 ഞങ്ങൾ ആലയത്തിലുണ്ടാകും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗ്ഗം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ കാണാം. ആമേൻ.